നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇന്നത്തെ അല്പസമയ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 27 അധ്യായം 4 വാക്യം ധ്യാനിക്കാം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ഈ ലോകത്തിൽ പ്രയാസം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും ദാവീദ് ആഗ്രഹിച്ച ഒരു കാര്യം, യഹോവേ, എനിക്ക് നിന്റെ മനോഹാരിതയെ ഒന്ന് ആസ്വദിക്കണം, നിന്റെ മന്ദിരത്തിൽ ധ്യാനിച്ച് നിന്റെ സാമീപ്യത്തിൽ നിന്റെ സാന്നിധ്യത്തിൽ ആയുഷ്കാലമൊക്കെയും കഴിയണം. ഇന്നത്തെ തിരക്കേറിയ ലോക ജീവിതയാത്രയിൽ ഒരു നിമിഷം ഒന്ന് മൗനമായി സ്വയം ശോധന ചെയ്യാം. എത്ര പേർ നമ്മളിൽ യഥാർത്ഥമായി യഹോവയുടെ മനോഹരത്വം കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. ലോകത്തിൽ ഇന്ന് നമ്മെ ത്രസിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്, നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോഷ്യൽ മീഡിയ അടക്കം ഒരുപാട് സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ സമയങ്ങൾ കൊല്ലുവാൻ ലഭിക്കുന്നു. പിന്നീട് കഷ്ടതകളും പ്രയാസങ്ങളും വന്നാഞ്ഞടിക്കുമ്പോൾ മാത്രം ഓടിച്ചെല്ലാനുള്ള ഒരിടമായാണ് നമുക്കിപ്പോൾ ദൈവിക സാന്നിധ്യം. മറിച്ച് സുഖ ദുഃഖവേളകളിൽ ഒരുപോലെ നാം ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ മനോഹാരിതയെ, അവൻ്റെ സ്നേഹത്തെ, അവൻ്റെ കരുതലിനെ ധ്യാനിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുക എന്നത്. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ മനോഹാരിതയ്ക്ക് പ്രയോറിറ്റി നൽകി ദൈവത്തോട് മാത്രം ചേർന്നിരുന്ന അവൻ്റെ പ്രസൻസിനെ എൻജോയ് ചെയ്ത ചില വ്യക്തികളെ നമുക്കിന്ന് ഓർത്തെടുക്കാം. 1. പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൽ 28 വാക്യത്തിൽ നാം കാണുന്നു, മോശ 40 രാവും 40 പകലും കർത്താവിനോട് കൂടെ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. ആ ദൈവത്തോട് സംസാരിച്ചു. താഴേക്കിറങ്ങിയപ്പോൾ ആ മുഖം തേജോമയമായി മാറി. കാരണം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തോട് കൂടെ മാത്രം അവൻ്റെ സമയങ്ങൾ ചിലവഴിച്ചപ്പോൾ മോശയുടെ മുഖത്തിന് ദൈവത്തിൻ്റെ മനോഹാരിത, തേജസ് പകർന്നു കിട്ടി. 2. ദാനിയേലിൻ്റെ പുസ്തകം 1 അധ്യായം 15 വാക്യത്തിൽ നാം പ്രകാരം കാണുന്നു, ദാനിയേലിനും അവൻ്റെ സുഹൃത്തുക്കൾക്കും കൊട്ടാരത്തിലെ ഭക്ഷണശീലങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് സസ്യാഹാരങ്ങൾ കഴിച്ചപ്പോൾ മറ്റുള്ളവരെക്കാൾ ആരോഗ്യമുള്ളവരും കൊഴുപ്പുള്ളവരുമായി കാണപ്പെട്ടു എന്ന്. എങ്ങനെ? കാരണം ദൈവ സാന്നിധ്യത്തിൽ അവരുടെ സമയങ്ങൾ ചെലവഴിച്ചപ്പോൾ ദൈവിക തേജസ്സും അനുഗ്രഹവും അവർക്ക് ലഭിക്കാതെ തരമില്ല. നമുക്കിന്ന് ഒന്ന് തീരുമാനിക്കാം, എനിക്ക് ദൈവ സാന്നിധ്യം വേണം, മാറാതെ എപ്പോഴും അതിനായി ഞാൻ ആഗ്രഹിക്കും, കാംക്ഷിക്കും. ആ മനോഹാരിതയുടെ മുൻപിൽ, ആ തേജസ്സേറിയ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്കിന്ന് ഒരു നിമിഷം നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ നാം കാണുന്നു, ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ തേജസ്സിന് മുന്നിൽ ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കാനാവില്ല എന്ന്. അത്രമാത്രം മഹത്വവും ശോഭയും നിറഞ്ഞതാണ് നമ്മുടെ ദൈവം. എന്നാൽ ആ മഹത്വത്തെ സ്വയം മുറുകെ പിടിക്കാതെ കണ്ടവർ മുഖം തിരിച്ചു കളയുന്ന തരത്തിൽ വിരൂപനാക്കപ്പെടുവാൻ സ്വയം വിട്ടുകൊടുത്ത ആ പുത്രനെ നാം വിസ്മരിക്കരുതേ. തേജസ്സേറിയ ആ മുഖത്തേക്ക് ശാസ്ത്രിമാരും മൂപ്പന്മാരും കാറിത്തുപ്പിയപ്പോൾ ഒന്നും പറയാതെ, തിരികെ ഒന്നും ഉരിയാടാതെ അതെല്ലാം സഹിച്ചത് ആ നിത്യതയിൽ നമ്മുടെ സൗന്ദര്യം ചോർന്നു പോകാതെ ദൈവ സാന്നിധ്യത്തിൽ നിർത്താൻ വേണ്ടിയാണ്. അത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. അതെ, സ്വർഗത്തിലെ മഹത്വത്തെക്കാൾ ഉപരി എൻ്റെയും നിന്റെയും ജീവിതത്തെ മഹത്വപൂർണമാക്കുവാൻ നമ്മെ ഇന്നും സ്നേഹിക്കുന്ന, കരുതുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്കൊന്ന് ആഗ്രഹിക്കാം. ആ ഷാരോനിൻ പനിനീർ പുഷ്പത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.